ആലുവ തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ മംഗല്യവരദായിനിയായ ശ്രീ പാർവതി ദേവിയുടെ നടത്തുറപ്പ് മഹോത്സവം 2026 ജനുവരി 2 വെള്ളി രാത്രി 8 മണി മുതൽ ജനുവരി 13 ചൊവ്വ രാത്രി 8 മണി വരെ. ഉമാമഹേശ്വരന്മാർ അനഭിമുഖമായി ഒരേ ശ്രീകോവിലിൽ വാണരുളുന്ന ഈ ക്ഷേത്രത്തിൽ മഹാദേവന്റെ തിരുനട തുറന്ന് വർഷത്തിൽ എല്ലാ ദിവസവും ദർശനം ലഭിക്കുമെങ്കിലും ശ്രീ പാർവതി ദേവിയുടെ തിരുനടയിൽ വർഷത്തിൽ 12 ദിവസം മാത്രമേ ദർശനം ലഭിക്കൂ എന്നത് ഈ ക്ഷേത്രത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. ക്ഷേത്ര ദർശനത്തിനായി സാധാരണ ക്യൂ കൂടാതെ വെർച്വൽ ക്യൂ ബുക്കിംഗ് സംവിധാനവും ഉണ്ടായിരിക്കുന്നതാണ്. വെർച്വൽ ക്യൂ ബുക്കിംഗ് ഡിസംബർ 16 മുതൽ ആരംഭിക്കുന്നു. ഓൺലൈൻ വെർച്വൽ ക്യൂ ബുക്ക് ചെയ്യാനായി സന്ദർശിക്കുക www.തിരുവൈരാണിക്കുളംടെമ്പിൾ.org. തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ ശ്രീ പാർവതി ദേവിയുടെ നടത്തുറപ്പ് മഹോത്സവം ജനുവരി 2 ആരംഭിക്കും. തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ മംഗല്യവരദായിനിയായ ശ്രീ പാർവതി ദേവിയുടെ നടത്തുറപ്പ് മഹോത്സവം 2026 ജനുവരി 2 മുതൽ 13 വരെ ആഘോഷിക്കും. ക്ഷേത്ര ഐതിഹ്യവുമായി ബന്ധപ്പെട്ട് അകവൂർ മനയിലെ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്നും വാദ്യമേളങ്ങളുടെയും പൂക്കാവടിയുടെയും അകമ്പടിയോടെ തിരുവാഭരണ ഘോഷയാത്ര ജനുവരി 2 വൈകിട്ട് 4:30 ആരംഭിക്കുന്നതോടെ നടത്തുറപ്പ് ഉത്സവ ആഘോഷങ്ങൾക്ക് തുടക്കമാകും. കാലടി, അങ്കമാലി, തൃശൂർ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ഭക്തർ കൈലാസം പാർക്കിംഗ് ഗ്രൗണ്ടിൽ എത്തി വെർച്വൽ ക്യൂ ബുക്കിംഗ് കൗണ്ടറിൽ പാസ് വാങ്ങി വെരിഫിക്കേഷൻ നടത്തി പാസ് വാങ്ങി വെർച്വൽ ക്യൂ ഗ്രൗണ്ടിൽ വന്ന് ദർശനത്തിന് ക്യൂ നിന്ന് കയറേണ്ടതാണ്. ഈ 2 പാർക്കിംഗ് ക്യൂ സംവിധാനത്തിലും ഭക്തജനങ്ങൾക്ക് ആവശ്യമായ വഴിപാട് സാധനങ്ങൾ നൽകുന്നതിനുള്ള കൗണ്ടറുകൾ സജ്ജമാണ്. ദേവിക്ക് നടത്താനുള്ള പറ വഴിപാടിൻ്റെ കൗണ്ടറുകൾ ക്ഷേത്രത്തിൻ്റെ അകത്ത് പടിഞ്ഞാറേ നടയിൽ സജ്ജമാക്കിയിട്ടുണ്ട്. ശ്രീ മഹാദേവന് നടത്താനുള്ള എള്ളുപറയുടെ കൗണ്ടർ, ദേവന്റെ നടയോട് ചേർന്നുള്ള കൗണ്ടർ. തിരുവാഭരണ ഘോഷയാത്ര ക്ഷേത്രത്തിൽ പ്രവേശിച്ച ശേഷം രാത്രി 8 മണിക്ക് പ്രത്യേക ആചാരങ്ങളോടെയാണ് നട തുറക്കുന്നത്. തുടർന്ന് ഭക്തർ ദർശനം നടത്തിയ ശേഷം രാത്രി 10 മണിക്ക് നട അടയ്ക്കും. നടക്കൽ തിരുവാതിരകളെയും പൂത്തിരുവാതിര ചടങ്ങുകളും നടക്കും. തുടർന്നുള്ള ദിവസങ്ങളിൽ രാവിലെ 4 മണി മുതൽ രാത്രി 9 മണി വരെ ദർശനത്തിനായി ക്ഷേത്രനട തുറന്നിരിക്കും. ഭക്തർക്ക് ദർശനത്തിനായി ക്യൂ നിൽക്കുന്നതിനായി 50,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള പന്തലുകൾ ഒരുക്കിയിട്ടുണ്ട്. ജനുവരി 2 വെള്ളിയാഴ്ച വൈകിട്ട് 4 മണിക്ക് അകവൂർ മനയിൽ നിന്ന് തിരുവാഭരണ ഘോഷയാത്ര ആരംഭിക്കുന്നു. തുടർന്ന് 8 മണിക്ക് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന് ശ്രീ പാർവതി ദേവിയുടെ നട തുറക്കുന്നതാണ്. ഈ നട തുറപ്പ് ഉത്സവ സമയത്ത് നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ എത്തിച്ചേർന്നുകൊണ്ട് അവരുടെ സുരക്ഷിതമായി ദേവീ ദർശനം നടത്തുന്നതിന് വേണ്ടി ഏകദേശം 50,000 ചതുരശ്ര അടി സ്ക്വയറുള്ള പന്തൽ ഒരുക്കി കഴിഞ്ഞു. അവിടെ ക്യൂ നിൽക്കുന്നതിനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളുമുണ്ട്. വെർച്വൽ ക്യൂ സംവിധാനവും സാധാരണ ജനറൽ ക്യൂ സംവിധാനവുമുണ്ട്. പിന്നെ പന്തലിൽ ക്യൂ നിൽക്കുന്നവർക്ക് കുടിവെള്ളം, മറ്റ് ബിസ്ക്കറ്റ്, അങ്ങനെയുള്ള പലഹാരങ്ങൾ അതെല്ലാം കൊടുക്കാനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ ദർശനം കഴിഞ്ഞു പോകുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും അന്നദാനം രാവിലെ 9 മണി മുതൽ വൈകിട്ട് 4 മണി വരെ അന്നദാന മണ്ഡപത്തിൽ നടക്കുന്നതാണ്. പ്രധാന വഴിപാടുകളായ പട്ട്, പുടവ, ഇണപ്പുടവ, താലി, തൊട്ടിൽ, വാൽക്കണ്ണാടി തുടങ്ങിയവ ദേവിക്ക് സമർപ്പിക്കുന്നതിനും പുഷ്പാഞ്ജലികൾ, ധാര തുടങ്ങിയ വഴിപാടുകൾ നടത്തുന്നതിനും ക്യൂവിൽ തന്നെ കൗണ്ടറുകൾ ഒരുക്കിയിട്ടുണ്ടെന്ന് അധികൃതർ അറിയിച്ചു. സാധാരണ ക്യൂ കൂടാതെ മുൻകൂട്ടി ദർശന ദിവസവും സമയവും ബുക്ക് ചെയ്ത് തിരക്കൊഴിവാക്കി ദർശനം നടത്തുന്നതിന് വെർച്വൽ ക്യൂ സംവിധാനവും തയ്യാറാക്കിയിട്ടുണ്ട്. KSRTC ആലുവ, പെരുമ്പാവൂർ, അങ്കമാലി, ചാലക്കുടി ഡിപ്പോകളിൽ നിന്ന് ക്ഷേത്രത്തിലേക്ക് സ്പെഷ്യൽ ബസ് സർവീസുകളും ഒരുക്കിയിട്ടുണ്ട്.
ക്ഷേത്രത്തിൽ നിന്ന് പുറത്തേക്കിറങ്ങുന്ന വഴിയിൽ സംസ്ഥാന സർക്കാരിന്റെ ടൂറിസം വകുപ്പ് അനുവദിച്ച ഫണ്ട് ഉപയോഗിച്ച് പണി പൂർത്തീകരിച്ച അന്നദാന മണ്ഡപത്തിലാണ് അന്നദാനത്തിന് സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. നടത്തുറപ്പ് മഹോത്സവത്തിന്റെ ഒരുക്കങ്ങൾക്കായി ആലുവ MLA അൻവർ സാദത്തിന്റെയും ജില്ലാ കളക്ടർ G പ്രിയങ്ക IASന്റെ നേതൃത്വത്തിൽ കൂടിയ അവലോകന യോഗത്തിന്റെ തീരുമാനം അനുസരിച്ച് വിവിധ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നു. ക്ഷേത്രത്തിലേക്കുള്ള റോഡുകളുടെ അറ്റകുറ്റപ്പണികളും പൂർത്തീകരിച്ചെന്ന് അധികൃതർ അറിയിച്ചു. പ്രസിഡന്റ് A മോഹൻകുമാർ, സെക്രട്ടറി മോഹനൻ AN, വൈസ് പ്രസിഡന്റ് AK നന്ദകുമാർ, ജോയിന്റ് സെക്രട്ടറി PR ഷാജികുമാർ, പബ്ലിസിറ്റി കൺവീനർ NS അശോകൻ, മാനേജർ MK കലാധരൻ എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വരുന്ന ഭക്തജനങ്ങൾക്ക് ക്ഷേത്രത്തിൽ എത്തിച്ചേരുമ്പോൾ അവർക്ക് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും ക്ഷേത്ര ട്രസ്റ്റ് ഒരുക്കിയിട്ട് അതിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ ക്യൂ നിൽക്കാനുള്ള സംവിധാനം, ക്യൂ നിൽക്കുമ്പോൾ അവർക്ക് വേണ്ട ആവശ്യമായ കുടിവെള്ള സംവിധാനം, സ്നാക്സ്, അഥവാ ഹോസ്പിറ്റൽ സൗകര്യം, അതായത് ഒരു മെഡിക്കൽ മിഷനറി തന്നെ ഈ ക്ഷേത്രത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഹോമിയോ, ആയുർവേദം, അലോപ്പതി എന്നീ തുടങ്ങിയ എല്ലാ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റും ക്ഷേത്രത്തിലുണ്ട്. ഫയർഫോഴ്സിൻ്റെ സംവിധാനമുണ്ട്. ഏകദേശം 300ഓളം പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പോലീസ് ഔട്ട് പോസ്റ്റ് തന്നെ ഒരു ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഫയർഫോഴ്സിൻ്റെ സംവിധാനമുണ്ട്. സ്കൂബ ഡൈവിങ്ങിൻ്റെ സംവിധാനമുണ്ട്. ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് BTC അടിസ്ഥാനത്തിൽ ഏകദേശം 300 ട്രാൻസ്പോർട്ട് ബസ്സുകൾ ക്ഷേത്രത്തിൽ പ്രവേശിക്കാനുള്ള ഗ്രൗണ്ട് തന്നെ സജ്ജമാക്കിയിട്ടുണ്ട്. അതിവിപുലമായ ഒരു സജ്ജീകരണമാണ് ക്ഷേത്ര ട്രസ്റ്റ് ഈ കുറി ഒരുക്കിയിരിക്കുന്നത്. തന്നെയുമല്ല, ക്ഷേത്രത്തിലെ വിവിധ സംസ്ഥാനങ്ങളിൽ വരുന്ന തമിഴ്നാട്, കർണാടക, ആന്ധ്ര എന്നീ സംസ്ഥാനങ്ങളിൽ വരുന്ന ഈ കുറി വരുന്ന ഭക്തജനങ്ങൾക്ക് അവർക്കും വേണ്ടത്ര സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കാരണം അവിടെയും ഞങ്ങൾ ഈ തവണ പബ്ലിസിറ്റി വേണ്ടത്ര രീതിയിൽ നല്ല രീതിയിൽ നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവൈരാണിക്കുളം.